ഞാൻ ഷൺമുഖൻ, ആരാചാർ ഷൺമുഖൻ. നിങ്ങൾക്ക് എന്ത് വേണം? ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയവനാ ഞാൻ. എന്താ കുറ്റമെന്നറിയണ്ടേ? ഒരു കുട്ടിയെ കൊന്നതിന് ടീച്ചർക്ക് അറിയണ്ടേ ആ കുട്ടി ആരാണെന്ന്? ദൈവമേ, ഷാരി മകളാണെന്നുള്ള കാര്യം പറയൂ. ഓ ഗോഡ്, ഇവനൊന്ന് ചത്താ മതിയായിരുന്നു. ദൈവമേ, ചങ്കിടിക്ക. പറയല്ലേ പറയല്ലേ എന്റെ മുത്തപ്പാ. എന്റെ കഷ്ടമാണ് നോക്കിയേ. ഇതാ ഇവരുടെ കുഴപ്പം. കണ്ടങ്ങ് രസം പിടിച്ച് വരുമ്പോഴാ. ബാക്കി നാളെ കണ്ടൂടെ? നാളെ ശനിയാഴ്ച പോട്ടാ, ഇത് തിങ്കളാഴ്ച ഉള്ളൂ. തിങ്കളാഴ്ച ഉണ്ടാ മതി. ഷൺമുഖ ഷാരിയുടെ കാര്യം പറയുന്ന മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവരുടെ ഉപദേശം. അതുവരെ ഞാൻ ഈ ടെൻഷൻ എങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും? ആ, നിനക്കും തുടങ്ങിയോ സീരിയൽ ഭ്രാന്ത്? ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് മറ്റുള്ള സീരിയൽ പോലൊന്നും അല്ല, ഇത് യഥാർത്ഥ ജീവിതമാണ് മോനെ. എല്ലാരും ആദ്യം ഇതൊക്കെ ഒരു രസത്തിനാ കണ്ടു തുടങ്ങുന്നത്, പിന്നെ അവോയ്ഡ് ചെയ്യാനും പറ്റാതെ വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഒരു രസത്തിന് തുടങ്ങി ഒഴിവാക്കാതിരിക്കാൻ എന്താ? സിഗരറ്റ് വലിയ കള്ളുകൂടിയിട്ടാണോ? ഹിയോ കലാകാര, നിന്നെ അല്ല ഉദ്ദേശിച്ചത്. ദാ ഇവളുമാര് സീരിയൽ കണ്ടു തുടങ്ങിയ പിന്നെ പ്രശ്നം. ഈ സീരിയലിലെ നായകന്മാരെ സംശയിക്കുന്ന പോലെ അവരുടെ ഭർത്താക്കന്മാരെയും എന്നെ പോലുള്ള കാമുകന്മാരെയൊക്കെ സംശയിച്ചു തുടങ്ങാൻ. നമ്മളെന്തെങ്കിലും പ്രതികരിച്ചാൽ പിന്നെ അത് മതി ഇവളുമാര് സീരിയലിലെ കഥാപാത്രങ്ങളായിട്ട് മാറാൻ. നീ TV കാണാറുണ്ടോ? മലയാളത്തിൽ മൊത്തം എത്ര ചാനലുള്ളത്? ഇതൊക്കെ എങ്ങനെ വന്നെന്നാ? ഞങ്ങൾ പെണ്ണുങ്ങൾ സീരിയൽ കുത്തിയിരുന്ന് കാണുന്നതുകൊണ്ടാ. ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ഗ്രോത്തിന് മെയിൻ കാരണം സീരിയൽസ് ആണ്. അതിന് പിറകെ ഞങ്ങളും. ഈ ആണുങ്ങൾ എല്ലാവരും സീരിയൽസിനെ പരസ്യമായി പുച്ഛിക്കുന്ന ആൾക്കാരാണ്. എങ്ങാണ്ട് ഒരു ദിവസം ഓഫീസിൽ ലേറ്റായി വന്നു കഴിഞ്ഞാൽ ആ എപ്പിസോഡിൽ എന്തായെന്ന് അറിയും വേണം. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും സീരിയൽസിന്റെ ഫാൻസ് ആണ്, അതിലൊരു സംശയമില്ല. ആഹാ, നിങ്ങൾക്ക് ഇത്രയും ജനറൽ നോളജ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഛേ, പാവ അമ്മ സീരിയൽ കാണുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. വിവരവും വിദ്യാഭ്യാസമുള്ള അച്ഛൻ കാണുമ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ശരിയാ, ഇത്രയും കാലം കൊണ്ട് എത്ര സീരിയസ് മിസ് ചെയ്ത് കാണുക. ഞാനും. അതൊരു വലിയ നഷ്ടമായി പോയി. എന്തായാലും ഞാൻ പറയുക, സീരിയൽ കാണുമ്പോൾ ഇത്ര ബോറ് പരിപാടി വേറൊന്നുമില്ല. നീ അത് പറയരുത് ടോണി. ഇന്നലെ വരെ ഞാൻ നിന്റെ കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ കുറ്റബോധമുണ്ട്. എടാ, സിനിമ കാണണമെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് വെയിൽ കൊണ്ട് കാണണം, അതും കാശും കൊടുക്കണം. പക്ഷേ ഈ സീരിയൽ കാണണമെങ്കിൽ പാവങ്ങൾ കാശ് കാണാതെ വീട്ടിൽ വന്നിട്ടില്ലടാ അവർ കാണിച്ചു തരുന്നത്. അത്രയ്ക്ക് മഹത്വം നീ പറയണ്ട. ഇന്നാളങ്ങാണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചതാ, ഏതോ ഒരു മലയാള മെഗാ സീരിയൽ അമേരിക്ക എത്രയോ കോടി ഡോളർ കൊടുത്ത് വാങ്ങിയെന്ന്. അമേരിക്ക കണ്ടോ? നീ ഇഷ്ടപ്പെടുന്ന രാജ്യക്കാർ വരെ നമ്മുടെ സീരിയൽസിനുള്ള ആരാധന കണ്ടല്ലോ. അതാണ്. എന്തിനാണ് വാങ്ങിയെന്നറിയാവോ? എന്തിനാ? ഏതോ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സത്യം മനസ്സിലാക്കാൻ അമേരിക്ക എല്ലാ പീഡനമുറകളും പ്രയോഗിച്ചെന്നു. ഒടുവിൽ ഒന്നും നടക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒബാമ ഇവിടെ നിന്ന് ഏതോ ഒരു മെഗാ സീരിയൽ 100 കണക്കിന് ഡോളർ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി ആ തീവ്രവാദികളെ കാണിച്ച് അവരിന്ന് മൊത്ത സത്യങ്ങൾ ഊറ്റിയെടുത്തു. അവർ പണ്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഇനി പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുത്തു. അറിയോ? അയ്യേ, അതേത് സീരിയലാ? നമ്മുടെ വിധുമോഹന്റെ വേലിചാട്ടം. നീ സീരിയൽസിനെ അപമാനിക്കുമല്ലടാ. നമുക്ക് അവനെ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാം. സീരിയൽ കണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് കളിക്കാൻ വരുന്നത് ടോണി. ഓടി